അപ്പോൾ ഈ വീടുകൾ തകർന്ന സ്ഥലത്ത് അതിൻ്റെ സ്ലാബുകൾ വന്ന് ഒന്നായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെയും അതിൻ്റെ അപ്പുറത്തെ വീടിൻ്റെയൊക്കെ സ്ലാബുകൾ വന്ന് അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവർ ഈ സ്ലാബ് നമ്മുടെ കൈ കൊണ്ട് കെട്ടി ഒരു കയർ കൊണ്ട് കെട്ടിയിട്ട് കയറ് കുറേ വലിച്ചു നോക്കി, അതിമ്പോൾ പോരുന്നുണ്ടെന്ന്. ഒരു എൻ്റെ ഒരു കാഴ്ച ഒരു 70 ആൾക്കാരും വലിച്ചു നോക്കി. പക്ഷേ ആ സ്ലാബിന് യാതൊരു അനക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിമ്പോൾ ചെറിയ ക്രാക്കുകൾ നമ്മൾ ഹാമർ കൊടുന്ന് കുറച്ച് ക്രാക്കുകൾ ഇട്ടിട്ട് നമ്മുടെ രണ്ട് ജീപ്പും കെട്ടിയിട്ട് ആ സ്ലാബുകൾ വലിച്ചു മാറ്റി. ആ സ്ലാബ് മാറ്റിയ സമയത്ത് ഞങ്ങൾ അതിലവിടെ കണ്ടൊരു കാഴ്ചയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമുള്ളൊരു കാഴ്ചയാണ്. അത് ഒരാളെ കൊണ്ട് കണ്ടു നിൽക്കാനും പറ്റില്ല. നമ്മളൊക്കെ കണ്ണിന്ന് വെള്ളം വന്നൊരു സമയമായിരുന്നു അത്. ഒരു 5 മൃതദേഹങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കണേ. അതിൽ അവിടെ 2 ആൾ കെട്ടിപ്പിടിച്ചിട്ടും അല്ലാതെ ആൾ വെള്ളത്തിൻ്റെ പ്രഷറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടൊക്കെ. അതാ സംഭവിച്ച സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മടുത്തു പോകുന്ന തരത്തിലുള്ളൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതും കൂടെ കണ്ട സമയത്ത് ഞങ്ങളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനി മുന്നോട്ട് കഴിയോ എന്നുള്ളത് അറിയാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് പിന്നെ നമുക്ക് പിന്നെ എനർജി വന്ന് നമ്മൾ പിന്നെയും വർക്ക് ചെയ്യാൻ നമുക്ക് ഒരു ഊർജ്ജം കിട്ടിയതൊക്കെ. പിന്നെ ഒരാൾക്ക് നമ്മളെ കൊണ്ട് ഉപകാരം കിട്ടുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ. ഈ കറക്റ്റ് ടൈമിൽ ഇതിൻ്റെ മുകളിൽ റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട്, പല സംഘടനകളുണ്ട്. ഓരോ സംഘടന പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രോപ്പർ ടൈമിൽ അവിടെ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതും ആ പ്രോപ്പർ ടൈമിൽ ഈ ആൾക്കാരെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതും ഈ ഹിറ്റാച്ചിയുടെ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഡ്രൈവർമാരെ തിരിച്ചിറക്കി കൊണ്ടുവരുന്നതും ഇതൊക്കെ തന്നെ ഒരു വലിയ കാര്യം തന്നെയായിരുന്നു അവിടെ. കാരണം കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഇവർ ആ നടക്കേണ്ട സ്ഥാനത്താണ് നമ്മുടെ വണ്ടി അവിടെ ഉപകാരപ്പെട്ടിട്ട് ഈ പാറയും മണ്ണൊക്കെ ചാണ്ടിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വരുന്നത്. 10 കിലോ വഹിക്കാൻ കയറാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആയിരുന്നു, അഗ്രികൾച്ചറൽ ഡ്രോൺ ആയിരുന്നു. ആ 10 കിലോക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ അതിൽ കയറ്റിയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ റേഡിയസിലുള്ള സ്ഥലങ്ങൾക്ക് ഈ ഫുഡ് ഞങ്ങൾ ഈ ജീപ്പിൽ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ വേറെ കുറേ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചകൾ അവിടെ വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു നായ്ക്കുട്ടിയുടെ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നടക്കാൻ പറ്റിയിട്ടും ആ നായ്ക്കുട്ടിയുടെ യജമാനന്റെ വീട്ടിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അത് എവിടേക്കും പോകാതെ ഫുഡും കഴിക്കാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു 3-4 നായ്ക്കുട്ടികളെ ഞങ്ങൾ അവിടെ കാണുകയുണ്ടായി. അവിടെ വെച്ചാൽ അവരുടെ വീട് മൊത്തം ഒലിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് തറ മാത്രമാണ് അവിടെ ഉള്ളത്, ഫൗണ്ടേഷൻ മാത്രമാണ് ഉള്ളത്. ആ ഫൗണ്ടേഷനിൽ നിന്ന് മാറാതെ ഫുൾ ടൈം ആ നായ്ക്കുട്ടി 2-3 ദിവസം നോക്കുന്ന സമയത്തും അത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങോട്ട് ആരും ഫുഡിന് വേണ്ടി വിളിച്ചാലും മാറില്ല. വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ പോലും അത് മാറില്ല. അത് ജസ്റ്റ് ആട്ടുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് പോകും, പിന്നെ അത് അവിടെ തന്നെ നിൽക്കും. അവൻ്റെ വീട് അതാണ്, അവൻ്റെ സ്പോട്ട് അതാണെന്നുള്ള മനസ്സിലായിട്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സങ്കടമുള്ള സംഭവം തന്നെ ആയിരുന്നു. ഞങ്ങളുടെ കേൽട്ടൺ ഗ്രൂപ്പിൽ ഏകദേശം 200 ആൾക്കാരുടെ അടുത്ത് മെമ്പേഴ്സും ഉണ്ട്. ഏകദേശം 160 വണ്ടികളുണ്ട്. ഈ 160 വണ്ടികളിൽ SUV-കളുണ്ട്. SUV എന്ന് പറയുമ്പോൾ നമ്മളെ പജീറോ, അതേപോലെ എൻഡവർ, അതേപോലെ ഫോർച്യൂണർ, അങ്ങനത്തെ വണ്ടികളുണ്ട്. പിന്നെ ഫുള്ളി സ്പെക്കഡ് ആയിട്ടുള്ള ഇതേപോലത്തെ വണ്ടികളുണ്ട്. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ളി സ്പെക്കഡ് ആയിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ട് ലോക്കർ, ബാക്ക് ലോക്കർ, ഫ്രണ്ട് ക്രോമോളി, അതേപോലെ കട്ടിംഗ് ബ്രേക്ക്, പിന്നെ വിഞ്ച്, അങ്ങനത്തെ എല്ലാ സജ്ജങ്ങളോടുകൂടിയ വണ്ടികളുണ്ട്.